കൈക്കൂലിക്കുരുക്കിൽപ്പെട്ട ഇഡിയും കള്ളപ്പരാതിയിൽ ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച് SIS സസ്പെൻഡ് ചെയ്തതും കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച വിജയ് ഷായ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയതും അടക്കമുള്ള വാർത്തകളാണ് ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. സർവകലാശാലകളിൽ അനധികൃതമായി VC-മാരെ നിയമിച്ച മുൻ കേരള ഗവർണറും ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാന് കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയും ഇന്നത്തെ പ്രധാന വാർത്തയായി. ഈ വിഷയങ്ങളാണ് ഈവനിംഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം ഈവനിംഗ് ഡിബേറ്റിലേക്ക്. കൈക്കൂലിക്കേസിൽ ഇഡി കൂടുതൽ കുരുക്കിലേക്ക്. കേസുകൾ ഒതുക്കി തീർക്കാൻ പണം ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി നിരവധി പേർ രംഗത്ത്. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. ഈവനിംഗ് ഡിബേറ്റിലെ ആദ്യത്തെ വിഷയം ഇതാണ്. അപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് SP പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടുതൽ പരാതികൾ വരുന്നുണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. വിജിലൻസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ED എന്ന് പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസി സംശയനിഴലിൽ തന്നെയാണ്. ആ സംവിധാനത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ പേർക്കെതിരെ പരാതി വരുമ്പോൾ, കൈക്കൂലിക്കാരാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെന്ന് വരുമ്പോൾ ആ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിജിലൻസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പുരോഗതികൾ എന്താണ്? സിജു, ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിന്റെ ഒരു പ്രധാന അന്വേഷണ ഏജൻസി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. അത് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ കൂടുതൽ പരാതികൾ ഇഡിക്കെതിരെ വരികയാണ്. കാരണം ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്ന് പറയുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ നിരവധി പരാതികളുമായി ഇവർ രംഗത്തെത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടു, അത് ലക്ഷങ്ങളോ കോടികളാണ് ഇത്തരത്തിൽ ഇവരോട് ആവശ്യപ്പെട്ടതെന്നാണ് ഇവർ പരാതിയായി ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. കാരണം ഇതിന്റെ മറവിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്നൊരു സംശയം ഇഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പരിശോധന കടക്കുകയാണ്. നിലവിൽ 2 ED ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം പരാതിക്കാരുടെ അടിസ്ഥാനത്തിൽ 2 പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ED-യിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടറാണ്, ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറുമാണ്. ഇത്തരത്തിൽ ED-യുടെ പ്രധാന കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്ന 2 പേരാണ് നിലവിൽ ഈ മൊഴിയുടെയും ഒപ്പം അന്വേഷണ പരാതിക്കാരന്റെയും ഒക്കെ ഇതിൽ പറയുന്നത്. ഇവർ 2 പേരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നാം പ്രതിയാണ്. ഇയാളിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ രഞ്ജിത്ത്, അതായത് 4ാം പ്രതിയായ രഞ്ജിത്ത് വാര്യരുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പ്രധാനമായും വിജിലൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് അന്വേഷണം. സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത് ED ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീങ്ങുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വിജിലൻസിന് ഇത്തരത്തിൽ പരാതികൾ വരികയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സ്വദേശിയാണ് ഇത്തരത്തിൽ ആദ്യമായി ഒരു പരാതി നൽകിയത്. നേരത്തെ തന്നെ വിജിലൻസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇവരെല്ലാം തന്നെ. എന്നാൽ ഇതിൽ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. അതിൽ ED-യുടെ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ല, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക്, വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് കടക്കുന്നത്. പ്രധാനമായും ഇനിയുള്ളത് ചോദ്യം ചെയ്യലാണ്. ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നത്. ഇവരെ 3 പേരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നൊരു ധാരണ കൂടി ഇന്നുണ്ട്. മാത്രമല്ല ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് വിജിലൻസ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിനു ശേഷമായിരിക്കും ഈ ഒന്നാം പ്രതിയായ ശേഖർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉണ്ട് വിവരങ്ങൾ. ഈ ഇടനിലക്കാരനായ വിൽസണെയും മുകേഷ് കുമാറിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ED ഉദ്യോഗസ്ഥന്റെ പങ്ക് വെളിപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാർ ഒന്നാം പ്രതിയാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പ്രതിയാക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, ഒരു അന്വേഷണ ഏജൻസിയാണ് ED എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരാളെ ഒന്നാം പ്രതിയാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളില്ലാതെ പ്രതിയാക്കാൻ കഴിയുകയുമില്ല. ഇവിടെ വിജിലൻസിന് കിട്ടിയ വിവരങ്ങൾ വളരെ വ്യക്തമാണ്. അതിൽ പ്രധാന നിർണായക പങ്കുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർക്കാണ്. അതോടൊപ്പം തന്നെ ED-യുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് കാലങ്ങളായി ഇവർ ആളുകളിൽ നിന്ന് പണം തട്ടിക്കൊണ്ടിരുന്നത്. എന്തിനെ ഉദ്ദേശിച്ചാണോ ഈ ഏജൻസി രൂപീകരിച്ചത്? കള്ളപ്പണ കേസുകളാണ് പ്രധാനമായും ED കൈകാര്യം ചെയ്യുന്നത്. ആ കള്ളപ്പണ കേസ് കൈകാര്യം ചെയ്യുന്ന ഏജൻസി തന്നെ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക്, കള്ളപ്പണം വാങ്ങുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കണ്ണികൾ ഒന്ന് ഇഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ, രണ്ട് രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്ന
ചാർട്ടേഡ് അക്കൗണ്ടന്റ്, 2 ഇടനിലക്കാർ, വിൽസണും അതോടൊപ്പം തന്നെ മുകേഷ് കുമാറും. ഇവരെല്ലാം ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വ്യവസായികളിൽ നിന്ന് പണം പിടുങ്ങുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ തെളിവ് വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം വിജിലൻസ് ഇപ്പോൾ ശേഖർകുമാറിനെ ചോദ്യം ചെയ്യാൻ പോകുക. എന്ന് ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ അർച്ചന? പ്രധാനമായും ഇത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് SP-യോട് ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കുകയാണ്, അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്താണ്. ഇത് പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളാണ്. കഴിഞ്ഞ ദിവസം ഈ അഡ്വക്കേറ്റ് അരുൺകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺകുമാർ, ഒരു വലിയ രസകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കടുവയായി വന്ന ED പിടിക്കുന്ന കിടുവയായി കേരളത്തിലെ വിജിലൻസ് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ED എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് തന്നെ PMLA കേസുകൾ, കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള കേസുകൾ പിടിക്കാനാണ്. ഇവിടെ ED ഉദ്യോഗസ്ഥർ തന്നെ വിളവ് തിന്നുന്ന വേലിയായി മാറുന്നു. അവർ തന്നെ കള്ളപ്പണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്നു. എങ്ങനെ കണക്കിലെടുക്കാം? ED എന്ന് പറയുന്ന സംവിധാനമാകെ ജീർണാവസ്ഥയിൽ, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ ജീർണാവസ്ഥയിലായി മാറിയ ഒരു സംവിധാനം. ഈ ED എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ് ഇനി ഈ രാജ്യത്ത്? അതെ അതെ, ED എന്നാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി മാറി BJP-യുടെ എന്നത് കൃത്യമായി തെളിവുകളുടെ അകമ്പടിയോടെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇലക്ഷൻ കാലത്ത് അവർ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആകും, അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇവർ ഇടനില ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുകയാണ് പണം പിടുങ്ങാനുള്ള. അതെ 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 അതെ, ഇപ്പൊ വന്നിരിക്കുന്ന തെളിവുകൾ ED എന്ന ഒരു അന്വേഷണ ഏജൻസിയുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസവും തകർക്കുന്ന തരത്തിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കൊച്ചി ഡിവിഷനിലെ നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിവിഷനിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി ഇടനിലക്കാരെ വിട്ട് ഇടപെട്ടിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും വിജിലൻസിന് ഇത് രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ല എന്ന രൂപത്തിലൊക്കെ തെറ്റായ കോണുകളിൽ നിന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇവിടെ 2023 ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തന്നെ ഈ കേസിൽ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഉള്ള കേസ് പ്രൊസീഡിങ്സ് ക്രൈംബ്രാഞ്ചിന്, വിജിലൻസിന്, കേരള പോലീസിന്, CBIക്ക് എല്ലാം ഇത് സെൻട്രൽ ആക്ട് തന്നെയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ഉണ്ട്. ആ ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഏതായാലും ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധി കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വളരെ ഗൗരവത്തിൽ കിട്ടുന്ന പരാതി, ആ പരാതിയിൽ പ്രിലിമിനറി എൻക്വയറി പൂർത്തീകരിച്ച് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഇത് ജെനുവിൻ കംപ്ലൈന്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വിജിലൻസ് ഇതിൽ മുന്നോട്ട് പോയത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഏതായാലും മുംബൈയിലെ ഒരു ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, അതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പണം വിദേശ അക്കൗണ്ടിലേക്ക് പോകുന്നു. അത്തരത്തിൽ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അയച്ചു കൊടുത്ത 2ാം പ്രതി, 3ാം പ്രതി എല്ലാം കൃത്യമായി ഇതിൽ പ്ലാൻ ചെയ്ത് 1ാം പ്രതിയുടെ ആശീർവാദത്തോടെയും ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു സമൻസ് അയച്ച് വിളിച്ചു വരുത്തുക ആളുകളെ, വ്യക്തികളെ, സ്ഥാപനത്തിന്റെ ഉടമകളെ, അതിനുശേഷം ആ സമൻസ് കാണിച്ച് ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, പൊതുസമൂഹത്തിൽ വാർത്ത കൊടുക്കുക, സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തും, അതോടൊപ്പം തന്നെ സെലക്ടീവ് ലീക്കേജും നടത്തും. മാധ്യമങ്ങൾക്ക് തന്നെ ഇത്തരം വാർത്ത, തെറ്റായ കള്ളവാർത്തകൾ ചോർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ശ്രീ തോമസ് ഐസക് സഖാവിനെ നേരിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ സഖാവായിട്ട് സംസാരിച്ചപ്പോ അന്ന് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സമൻസ് കിട്ടുന്നതിന് മുമ്പ് മാതൃഭൂമി ദിനപത്രമാണ് സമൻസ് പുറത്തുവിട്ടത്. പല ചാനലുകളും പത്രങ്ങളും സമൻസ് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ശ്രീ തോമസ് ഐസക്കിന് ആ സമൻസ് കിട്ടിയത്. EDയുടെ ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് നിയമ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ തോമസ് ഐസക്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാനും മന്ത്രിമാരെയും അടക്കം ആക്ഷേപിക്കാൻ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാനും എല്ലാം അടുത്ത കാലത്ത് നിരവധി ശ്രമം നടത്തിയപ്പോ മാധ്യമങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായിരുന്നു ED. ആ EDക്കെതിരെ ഇത്ര ഗൗരവമായിട്ടുള്ള വാർത്ത വന്നിട്ടും പല ചാനലുകളും പത്രക്കാരും വേണ്ടത്ര പ്രാധാന്യത്തോടെ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വിജിലൻസ് ഏറ്റവും ശക്തമായിട്ടുള്ള എൻക്വയറിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇതിൽ വൻ ചാക്കുകൾ തന്നെയുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ഈ പണം വീതിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വെളിവായിട്ടുണ്ട്. ഇന്നിപ്പോ ചാർട്ടേഡ് അക്കൗണ്ടിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യവും മറ്റു കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരം വരട്ടെ. ഏതായാലും
വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ED-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. അരുൺ, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലരും പറയുന്നത്, അങ്ങനെ ED-ക്കെതിരെ സംസ്ഥാന വിജിലൻസിന് കേസെടുക്കാൻ കഴിയുമോ, അവരെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നു. പക്ഷേ അഴിമതി നിരോധന നിയമത്തിൽ വളരെ കൃത്യമായി തന്നെ ഈ കേസുകൾ നടപടികളിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ നിയമപരമായ ആ വകുപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഏത് ആ റാങ്കിനെ സംബന്ധിച്ചൊക്കെ പൊതുജനത്തിന് ചില സംശയങ്ങളുണ്ട്. അതിൽ കൂടി ഒന്ന് വ്യക്തവരുത്തിയാൽ നന്നായിരുന്നു. 2023 5 KHC 424 അതില് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് നവനീത് കൃഷ്ണൻ എന്നുള്ള ഒരു കേസിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് പറഞ്ഞത്. അതിലൊരു ഡെപ്യൂട്ടി ഡയറക്ടർ DYSPക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അത് ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും കേരള പോലീസ് CBI ആയാലും, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 17 പ്രകാരം ഒരു കംപ്ലൈന്റ് വന്നാൽ കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കാം. അത് സെൻട്രൽ ആക്ട് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സെൻട്രൽ ആക്ട് ആണ്. അത് സ്റ്റേറ്റ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരായാലും സെൻട്രൽ നിയമപ്രകാരമാണ് അന്വേഷണം നടത്തുക. അത് കൃത്യമായിട്ട് തന്നെ 2023 തന്നെ കേരള ഹൈക്കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന 1-2 ജഡ്ജ്മെന്റുകളിലും ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. അന്വേഷണം നടത്തി ചില കേസുകളുടെ ഒരു അന്തിമ ഘട്ടത്തിൽ ഒരു സാങ്ഷൻ മേടിക്കേണ്ടി വരും ഗവൺമെന്റിന്റെ. അത് വിചാരണ തുടങ്ങാനാണ്. കേസന്വേഷണം നടത്താനോ കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനോ ഒരു തരത്തിലുള്ള ബാറുമില്ല. അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു നിയമപ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഒപ്പം തന്നെ ഈ വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ ED എന്ന് പറയുന്ന സംവിധാനത്തെ കയറൂര് വിടുകയായിരുന്നു. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ അടക്കം പിടികൂടുന്നതിനായി വേട്ടപ്പട്ടിയെ പോലെ ഉപയോഗിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ, BJP. പക്ഷേ അങ്ങനെ കയറൂര് വിട്ടപ്പോൾ അവർ അറിയുന്നില്ല ഇവർ സ്വന്തമായി വിളനിലങ്ങൾ ഉണ്ടാക്കുമെന്നും സ്വന്തമായി സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഏത് കേസിലായാലും 2 കോടിയാണ് മിനിമം ഇവർ ആവശ്യപ്പെടുന്നത്. ഒരേ തരത്തിൽ തന്നെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു തരത്തിലും BJP കേന്ദ്ര സർക്കാർ വരെ പിടികൂടാൻ വരുന്നില്ല. കാരണം കയറൂര് വിട്ടത് ആരാണെന്നുള്ളത്, എന്തിനാണ് വിട്ടതെന്നുള്ളതും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്വന്തം സാമ്രാജ്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. അതെ, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഫോറിൻ മാനേജ്മെന്റ് ആക്ടിലെ വയലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിയമപരമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ED നിയമങ്ങളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പവർഫുൾ ആയിട്ടുള്ള അധികാരങ്ങൾ 2002 മുതൽ വിപുലമാക്കി കൊടുത്തത്. പക്ഷെ തെറ്റായിട്ടുള്ള പ്രവണത ചെയ്യാൻ, കള്ളത്തരം ചെയ്യാൻ, അതുപോലെ തന്നെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്ത് പലരെയും വെളുപ്പിച്ചെടുക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികൾ വരെ പിളർത്താൻ ആവശ്യമായിട്ടുള്ള വിവരശേഖരണം നടത്തി തെറ്റായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. വിചാരണ കൂടാതെ ജയിലിലടയ്ക്കുന്നു. പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ED ഒരു കേസെടുത്താൽ അതിന്റെ പ്രോസസ്സാണ് യഥാർത്ഥത്തിലുള്ള പണിഷ്മെന്റ്. കൺവിക്ഷൻ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ രാജ്യത്ത് കള്ളപ്പണമായിട്ട് ED കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിച്ചെടുക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 5444 കേസ് അവസാനത്തെ 17 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിലും കൺവിക്ഷൻ റേറ്റ് 0.46 ആണ്. 100 കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരു കേസ് പോലും ശിക്ഷിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തെറ്റായ പ്രവണത ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രേരിപ്പിച്ചു, അതിന് ഒത്താശ ചെയ്തു, അത് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്തു, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിച്ചു. ഇപ്പോൾ ആ ഏജൻസി കൂടുതൽ കള്ളത്തരം കിട്ടിയ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ ഇതിൽ കൃത്യമായിട്ട് ഉത്തരവാദിത്വം പറയേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ നന്ദി അരുൺകുമാർ, ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിനിപ്പോൾ അർച്ചന ഒരിക്കൽ കൂടി ചേരുകയാണ്. അർച്ചന, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ കൂടുതൽ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ വിജിലൻസ് SP തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു. നേരത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്, അതിൽ ചാർട്ടേഡ് അക്കൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്, ഇടനിലക്കാരനുണ്ട്, അതോടൊപ്പം തന്നെ EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും ഉൾപ്പെടെ ഉള്ളവരുണ്ട്. നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓപ്പറേഷൻ, അതാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഇത് രാജ്യത്ത് എവിടെയും നടക്കുന്ന പോലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ചില ആളുകളെ പോലെ, ചില സംവിധാനങ്ങളെ പോലെ പണം പിടുങ്ങുന്ന ഒരു സംവിധാനമായി, ഒരു മാഫിയ സംവിധാനമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. വിജിലൻസിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്നില്ലെങ്കിലും SP പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇതൊരു ചെയിനാണ്, കള്ളത്തരത്തിൻ്റെ ചെയിൻ, മാഫിയ ഡോണുകൾ ഉൾപ്പെടുന്ന ഒരു ചെയിൻ. തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നൊരു കാര്യം കൂടി ഇത് അന്വേഷണ സംഘത്തിൽ നിന്ന് ഈ ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രമാത്രം ശൃംഖല അത് വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ തട്ടിപ്പ്, ഈ കൈക്കൂലി വാങ്ങൽ എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറെ നാളായി ഇത്തരത്തിൽ നിരീക്ഷണത്തിലായിരുന്നു വിജിലൻസിന്റെ ED ഉദ്യോഗസ്ഥർ. എന്നാൽ ഇത്തരത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ നിരവധി പരാതികൾ വിജിലൻസിന്
പോലീസിനെ തേടി എത്തുകയാണ്. SP പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ഇത്തരത്തിൽ ആളുകൾ തങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നായിട്ട് നേരത്തെ ഇത്തരത്തിൽ പരാതി പറയാതിരുന്നത് ഭയം കൊണ്ടാണെന്നും വേട്ടയാടൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നതുകൊണ്ട് മാത്രമാണ് പരാതി പെടാതിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പരാതി വന്നതും അത് കൃത്യമായി അന്വേഷണം പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് വരികയാണ്. മാത്രമല്ല ലക്ഷങ്ങളും ഒപ്പം അതിൽ കൂടുതൽ പണവും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ പരാതിക്കാരെല്ലാം തന്നെ പറയുന്നത്. ഇവരിൽ നിന്നെല്ലാം തന്നെ മൊഴി എടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് കൂടി അന്വേഷണം നീങ്ങും. മറ്റൊന്ന് അനീഷ് ബാബു പറഞ്ഞ ഈ വിനോദ് കുമാറാണ് ഡെപ്യൂട്ടി ഡയറക്ടർ. ഇയാളിലേക്കും അന്വേഷണം നീങ്ങും. ഇയാളെ അടക്കം ഇതൊക്കെ പ്രാഥമികമായ വിവരങ്ങൾ തേടുക മാത്രമായിരിക്കും ചെയ്യുക. എന്തായാലും നിലവിൽ ഇപ്പോൾ വിജിലൻസ് സംഘം വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ED ഉദ്യോഗസ്ഥരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുക. അതിൽ പ്രധാനമായും തെളിവുകൾ ശേഖരിക്കുക എന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്കാണ് സംഘം കടക്കുന്നത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. നിലവിൽ ഏറ്റവും പ്രധാനമായും ഈ മുഖ്യ കണ്ണിയായി രഞ്ജിത്ത് വാര്യരാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തിലുള്ളത്. അതിൽ പ്രധാനമായും ഇയാൾ ഇത്തരത്തിൽ ഈ ED ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. മാത്രമല്ല ED ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ ഇയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന കാര്യം കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ED സൂക്ഷിക്കേണ്ട പല വിവരങ്ങളും ഇത്തരത്തിൽ ഈ രഞ്ജിത്ത് വാര്യരുടെ കൈപ്പക്കലുണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കുകയാണ്. എന്തായാലും ഈ അഴിമതിയിൽ വലിയ രീതിയിൽ EDക്കെതിരെ EDയുടെ പേടിപ്പിക്കൽ ഇനി വേണ്ട, വേണമെങ്കിൽ ED പേടിച്ചോളൂ എന്നാണ് കേരളത്തിൽ നിന്നുള്ള സന്ദേശം വരുന്നത്. വിജിലൻസിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ED ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങളാണ് അർച്ചന നൽകിയത്. ഇനി ഈവനിംഗ് ഡിബേറ്റിൽ അടുത്ത വിഷയം, മാല മോഷ്ടിച്ചെന്ന കള്ളപ്പരാതിയിൽ ദളിത് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട SIക്ക് സസ്പെൻഷൻ. SD പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. SIക്കെതിരായ നടപടിയിൽ സന്തോഷമെന്ന് ബിന്ദു പ്രതികരിച്ചു. കള്ളപ്പരാതി നൽകിയ വീട്ടുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനമെന്നും ബിന്ദു പറഞ്ഞു. നീതി ലഭിച്ചോ? കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ നടപടി വേണ്ടേ? നടപടി വേണം. SIയുടെ സസ്പെൻഷൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേട്ടതിൽ സന്തോഷമുണ്ട്. ഈ നിയമപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, പരാതികളുമായി മുന്നോട്ട് പോകും. വളരെ സന്തോഷമുണ്ട്. പരാതിക്കാരി ഓമന ഡാനിയലും ഈ പ്രസിഡന്റ് പറഞ്ഞ SI വേറൊരു പോലീസുകാരോട് പേരറിയില്ല, ഇതേപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. ഇനിയും രണ്ടുപേരും കൂടെ ഉണ്ട്. നടപടി എടുത്തേ പറ്റൂ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കമലേഷ്, പുരോഗമന കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം. സംസ്ഥാനത്തെ പോലീസ് സേന രാജ്യത്തിനാകെ മാതൃകയായി മുന്നോട്ട് പോകുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ ചില പൊതുബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതാണ് പേരൂർക്കടയിൽ നിന്ന് ഉയർന്നു കേട്ട ബിന്ദുവിൻ്റെ ശബ്ദം. ബിന്ദുവിനെ പിടികൂടിയത് തന്നെ കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഈ പരാതി വ്യാജമാണെന്നറിഞ്ഞിട്ടും ആ മാല മോഷണം പോയതല്ല, മാല തിരികെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും ഒരു ദിവസത്തോളം ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതിയെ പീഡിപ്പിച്ച പോലീസിൻ്റെ മാനസിക അവസ്ഥ, അതാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ മറ്റൊന്നുമല്ല, അതൊരു ദളിത് യുവതി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പോലീസ് യമാന്മാർക്ക് ആ തീരുമാനമെടുക്കാൻ ഇടയാക്കിയതും. രണ്ടുദ്യോഗസ്ഥർക്ക് കൂടി അവർക്കെതിരെ കൂടി നടപടി വേണമെന്നാണ് ഇപ്പോൾ ബിന്ദു പറഞ്ഞിരിക്കുന്നത്. കമലേഷ്, എന്താണ് ഈ സംഭവങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് സർക്കാർ എടുത്ത നടപടി, ബിന്ദു പറഞ്ഞ കാര്യങ്ങൾ? സിജു, കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ഈ ബിന്ദുവിനെതിരെ ഓമന ഡാനിയൽ എന്ന ഇവർ വീട്ടുജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഉടമസ്ഥ ഒരു പരാതി നൽകുന്നത്. അവരുടെ 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷണം പോയെന്നും അത് മോഷ്ടിച്ചത് ബിന്ദുവാണെന്നും കാട്ടിയാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ വളരെ മോശമായി, മാനസികമായി വല്ലാതെ ഉപദ്രവിക്കുന്ന നിലയിലേക്കുള്ള ഒരു ചോദ്യം ചെയ്യലും പെരുമാറ്റവുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന പരാതിയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിക്കടക്കം ഇവർ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഈ SIക്ക് പേരൂർക്കട SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് കൈരളി ന്യൂസും ഉൾപ്പെടെ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് മറ്റ് 2 പോലീസുകാർ കൂടിയുണ്ട്. ഈ നടപടിയിൽ തൃപ്തികരമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി, അവരുടെ പേര് തനിക്കറിയില്ല,
ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓമന ഡാനിയൽ എന്ന ഇവർ വീട്ടുജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഉടമസ്ഥയ്ക്കെതിരെ ഇവർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. മാനനഷ്ട കേസടക്കം ഫയൽ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അവർ പോവുകയാണ്. ഇത് വക്കീലുമായി സംസാരിച്ച് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകും എന്ന കാര്യമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസുകാരുടെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന് അഭിമാനമാകുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസിംഗ് സംവിധാനം മാറുന്നുണ്ട് എങ്കിൽ പോലും ചില പുഴുക്കുത്തുകൾ എല്ലായ്പ്പോഴുമുണ്ട്. അത് മുഖ്യമന്ത്രി പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ 1-2 പോലീസുകാർ മാത്രം വിചാരിച്ചാൽ മതി. അത് തന്നെയാണ് ഈ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ സമയോചിതമായി തന്നെ സർക്കാർ ഇതിൽ ഇടപെടുകയും വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ആ നടപടിയിൽ ബിന്ദു നിലവിൽ തൃപ്തയുമാണ് എന്നുള്ളതാണ് വിഷയം. ഇതോടൊപ്പം സർക്കാരിനെതിരെ ഈ വാർത്തയെ തിരിക്കാനുള്ള ചില ശ്രമങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ചില കാര്യങ്ങൾ വരികയുണ്ടായി. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണവും കൃത്യമായി വന്നിട്ടുണ്ട്. ബിന്ദുവിൻ്റെ പരാതി ലഭിച്ചിരുന്നു. അതിൽ വളരെ കൃത്യമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വീട്ടുടമസ്ഥയ്ക്കെതിരെ പരാതി നൽകണം എന്നുള്ളതായിരുന്നു, കേസെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകണം, അതായത് ഈ മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയമപരമായി മുന്നോട്ട് പോകണം എന്ന ഉപദേശമാണ് അവർക്ക് നൽകിയത് എന്ന വിശദീകരണവും പി ശശിയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ഇതിനകത്ത് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ചില വിവരങ്ങൾ, ഈ ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ എത്ര നാളായി ഈ ബിന്ദു ഈ ജോലിക്ക് നിന്നിരുന്നു? സിജു, അത് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്കിപ്പോൾ ലഭ്യമല്ല. ഏതായാലും വളരെ നാളുകളായി അവർ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാണ്. ഇതുവരെയും അവർക്കെതിരെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കള്ളപ്പരാതി അവർക്കെതിരെ നൽകിയത് എന്നുള്ളത് തന്നെയാണ് അവരുടെയും ചോദ്യം. ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇവരുടെ മക്കൾക്കുൾപ്പെടെ ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. കള്ളിയുടെ മക്കൾ എന്ന് ആളുകൾ വിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊക്കെ ആ കുടുംബത്തിനാകെ ഇത് വലിയ ഒരു മാനസിക പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ അഭിമാന പ്രശ്നമുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മാനനഷ്ട കേസ് ഉൾപ്പെടെ ഈ ഓമന ഡാനിയലിനെതിരെ നൽകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. അവർ വളരെ ക്ഷുഭിതയായാണ് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ അതുപോലെ കമലേഷ്, ഒരു ബിന്ദു മാധ്യമങ്ങളോടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി എടുത്തു കുടിക്കൂ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരെ, കൊളോണിയൽ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോലീസിങ് അത് കേരളത്തിൽ നടപ്പില്ല എന്ന് പറയേണ്ടി വരികയാണ്. തീർച്ചയായും ആ ഒരു കൃത്യമായ സൂചന തന്നെയാണ് സർക്കാരും നൽകിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസിൻ്റെ ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്നൊരു ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്കെതിരെ കള്ളപ്പരാതി വന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോഴൊന്നും ഇവർ ഇതിൽ പ്രതിയോ മറ്റൊന്നുമല്ല. ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, അതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് വിളിച്ചു വരുത്തുന്നത്. പക്ഷേ വളരെ മോശമായി ഇവരാണ് അത് മോഷ്ടിച്ചത് എന്ന് തെളിയിക്കുന്നതിനപ്പുറത്തേക്ക് അതിനു മുൻപ് തന്നെ ഇവരെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ ഈ മാല ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ, അതായത് ഈ പരാതി നൽകിയ പരാതിക്കാരിയായ ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ മാല പിന്നീട് ലഭിക്കുന്നത്. ആ വിവരം പോലീസിനെ അവർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇവരോട്, അതായത് ഈ ബിന്ദുവിനോട് ഇങ്ങനെ മാല ലഭിച്ചിട്ടുണ്ടെന്നോ ഈ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളോ, അല്ലെങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നോ ആ നിലയിലുള്ള ഒരു വർത്തമാനം പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഓമനയോട് ഉണ്ടാകുന്നില്ല. ആ നിലയിലുള്ളൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അന്ന് ഈ മാല ലഭിച്ചതിന് ശേഷം ഇവരോട് വീട്ടിലേക്ക് പൊക്കോളാൻ പോലീസ് പറയുന്ന ഘട്ടത്തിൽ പോലും ഇനി ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത് എന്ന ഭീഷണിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത് എന്നതാണ് അവർ ഇന്ന് നമ്മളോട് പങ്കുവച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സിജു സൂചിപ്പിച്ച പോലെ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അതുപോലും കൃത്യമായി നൽകാതെ ബക്കറ്റിൽ നിന്നെടുത്ത് കുടിക്കാനൊക്കെ പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലരെങ്കിലും മാറിപ്പോകുന്നുണ്ട്. അതിനാണ് കമലേഷ് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഇന്നേ ദിവസം തന്നെ കേരള പോലീസ് അഭിമാനകരമായ ചില കാര്യങ്ങൾ, അതായത് ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന്
വളരെ പെട്ടെന്ന് തന്നെ പിടികൂടി. അങ്ങനെ സൈബർ പോലീസിങ്ങിലടക്കം വലിയ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഒന്നുകൂടി എടുത്ത് പറയേണ്ടതാണ്, ചില പുഴുക്കുത്തുകൾ പോലീസ് സേനയ്ക്ക് അപമാനമാകുന്നു. അതിലൊരു പുഴുക്കുത്തായിരുന്നു SD പ്രസാദ്. മറ്റ് 2 പേർ കൂടി ഇനി പുഴുക്കുത്ത് എന്ന് പറയുന്ന ആ പദവിക്ക് അർഹരായിട്ടുണ്ട്. അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുന്ന ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. ഏതായാലും നിലവിൽ ഈ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം, അല്ലേ? തീർച്ചയായും സിജു, ബിന്ദു നമ്മളോട് പങ്കുവച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. തനിക്കുണ്ടായിട്ടുള്ള മാനഹാനി എന്ന് പറയുന്നത് ചെറുതല്ല, സ്വാഭാവികമായും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ബിന്ദു എന്ന ആ സ്ത്രീക്ക് മാത്രമല്ല, അവരുടെ മക്കൾക്കുൾപ്പെടെ കള്ളിയുടെ മക്കൾ എന്ന വിളി അതിനെ തുടർന്ന് ഈ സംഭവത്തെ തുടർന്ന് കേൾക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെറിയൊരു വിഷയമല്ല. ആ കുടുംബമാകെ ഒരു മോഷണക്കുറ്റം ആരോപിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ വലിയ പീഡനം ഏറ്റുവാങ്ങുകയും അതേസമയം നിരപരാധികളാണ് എന്ന് തെളിഞ്ഞപ്പോൾ പോലും അവർ അർഹമായ ഒരു പരിഗണന അവർക്ക് ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവർ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം എന്ത് കാര്യത്തിനാണ് തന്നെ ഇങ്ങനെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചത്, അല്ലെങ്കിൽ തനിക്കെതിരെ കള്ളപ്പരാതി നൽകിയത് എന്നത് തനിക്ക് അറിയണം എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്രയേറെ മാനഹാനി ഉണ്ടാക്കിയ ഈ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അധികം വൈകാതെ തന്നെ വക്കീലിനെ കാണുകയും മറ്റ് നിയമോപദേശം തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മളോട് ബിന്ദു അറിയിച്ചിട്ടുള്ളത്. ആ നിലയിൽ നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. സിജു, ശരി, കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പുരോഗമന കേരളം ചവറ്റുകുട്ടയിലെറിഞ്ഞ കൊളോണിയൽ പോലീസിംഗ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ ഈ സേനയുടെ ഭാഗമായി ഉണ്ടാകരുതെന്നാണ് കേരളം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് കമലേഷ് നൽകിയത്. ഇനി മറ്റൊരു വിഷയം, കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച സംഭവത്തിൽ BJP മന്ത്രി വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു സുപ്രീം കോടതി. അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. ഖുറേഷിക്കെതിരെ നടത്തിയത് അംഗീകരിക്കാനാകാത്ത പരാമർശമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, ഖുറേഷിക്കെതിരെ പറഞ്ഞതിനേക്കാൾ സുപ്രീം കോടതി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വിജയ് ഷാ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു മന്ത്രിയാണ്, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ. രാജ്യം നേരിട്ട വലിയൊരു വിഷയത്തിൽ അതിനെ കരുത്തോടുകൂടി നേരിട്ട കേണൽ സോഫിയ ഖുറേഷി, ആ സോഫിയ ഖുറേഷിക്കെതിരെ വർഗീയ പരാമർശം നടത്തുകയും തികച്ചും വിഭജന രാഷ്ട്രീയം കൊണ്ടുവരികയും ചെയ്ത ഒരു മന്ത്രി ആ മന്ത്രിസ്ഥാനത്തിന് അർഹനല്ല എന്ന് മാത്രമല്ല, അതിന് മൗനാനുവാദം നൽകിയ വിജയ് ഷാ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ തയ്യാറാകാത്ത രാജ്യത്തെ പ്രധാനമന്ത്രിയുണ്ട്, രാജ്യത്തെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അവർക്ക് കൂടി കിട്ടിയ ഒരു മറുപടിയാണ് കോടതിക്ക് പറയാൻ കഴിയുന്നത്. കോടതി പറഞ്ഞിട്ടുണ്ട്. സ്വാതി, തീർച്ചയായും സിജു, സോഫിയ ഖുറേഷിക്കെതിരെ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശത്തിൽ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സർക്കാരിനും കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ന് നടത്തിയിട്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത്. സുപ്രീം കോടതി കടുത്ത വിമർശനങ്ങളാണ് ഈ കേസിൽ വാദം കേൾക്കവേ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം, ആ പരാമർശത്തിന്റെ വീഡിയോ അടക്കം സുപ്രീം കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. ആ വീഡിയോ കണ്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞത്, ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, രാഷ്ട്രീയ രംഗത്തും ഭരണഘടനാ പദവിയിലും ഇരിക്കുന്ന നിങ്ങൾ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് തൂക്കി നോക്കി മാത്രമേ നടത്താൻ പാടുള്ളൂ. വിവേകപൂർണമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമേ ഇത്തരം ആളുകളിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നടത്തിയിട്ടുള്ള പരാമർശം സംബന്ധിച്ച് രാജ്യം തന്നെ ലജ്ജയോടെയാണ് നോക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കവേ ചൂണ്ടിക്കാണിച്ചത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇതിന്റെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായൊരു നടപടിക്രമം കൂടിയാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് 3 IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ്. ഇവരെ എല്ലാവരും, ഈ 3 പേരും മധ്യപ്രദേശിന് പുറത്തു നിന്നായിരിക്കണമെന്ന് കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഉറപ്പായും വനിതാ ഉദ്യോഗസ്ഥ ആയിരിക്കണമെന്നും നാളെ 10 മണിക്ക് മുമ്പായി തന്നെ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി മധ്യപ്രദേശിലെ DGPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ മധ്യപ്രദേശ് ഹൈക്കോടതി തന്നെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ സർക്കാരിനെതിരെയും അതോടൊപ്പം പോലീസിനെതിരെയും ഗുരുതരമായ വിമർശനമാണ് മധ്യപ്രദേശിലെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചുള്ളത്. എന്തുകൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയത്, എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ഇന്ന് ഇദ്ദേഹം ഖേദപ്രകടനം നടത്തി എന്നതുപോലും
പോലും സുപ്രീം കോടതി അംഗീകരിക്കാത്ത സാഹചര്യമാണ്. അതായത് താങ്കളുടെ ഖേദപ്രകടനം എന്ന് പറയുന്നത് മുതലക്കണ്ണീരാണെന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വിചാരിച്ചുകൂടാ? മുതലക്കണ്ണീര് ഈ നിയമ നടപടി നേരിടാതിരിക്കാൻ വേണ്ടിയുള്ള മുതലക്കണ്ണീരല്ലേ താങ്കൾ ഈ മാപ്പ് അപേക്ഷയിലൂടെ അല്ലെങ്കിൽ ഖേദപ്രകടനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് രൂക്ഷമായി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി മധ്യപ്രദേശ് സർക്കാരിനും പോലീസിനും നിർദ്ദേശം നൽകുകയാണ്. ഏറ്റവും ഗുരുതരമായ പരാമർശം എന്ന് പറയുന്നത് ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ ശരി സ്വാതി തുടരുകപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബെയില് ലഭിച്ച ബെയിലിൻ ദാസ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബെയിലിൻ ദാസിന്റെ പ്രതികരണം കൂടി കേട്ട ശേഷം സ്വാതിയിലേക്ക് വരാം. വേറെന്താ ചോദിക്കാനുള്ള? പ്ലീസ് ആസ്ക് മീ. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലും താങ്കളെയും ആ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. See, I am a lawyer. Okay, I have to obey the court. I am in the condition of the judicial first class magistrate. Okay, magistrate എന്നെ തേർഡ് പാർട്ടി ബെയിലിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല. I have to be obedient to the court. I cannot open my mouth without the permission of the court. I am in the custody of the court. I am in third party custody as of now. You know that? So at this moment, what can I say to you? വക്കീലിന് കണ്ടീഷണൽ ബെയിലാണ് തന്നിട്ടുള്ളത്. സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. വക്കീലിനോട് ചോദിക്കുന്നത് താങ്കൾ ആ പെൺകുട്ടിയെ ആക്രമിച്ചു എന്ന് ആ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ താങ്കൾ ആ കുട്ടിയെ ആക്രമിച്ചില്ല എന്ന് പറയുന്ന താങ്കളുടെ പേരെന്താ? എന്റെ പേര് അഖിൽ. ജനത്തിലെ മിസ്റ്റർ അഖിലെ, കണ്ടീഷണൽ ബെയിൽ മീൻസ് ഇന്ന കണ്ടീഷൻ പാലിക്കണം, ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇൻ്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ്. ദെൻ എൻ്റെ പ്രവൃത്തികളും എൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോതേഡ് അബൌട്ട് ദാറ്റ്. കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല, ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക. വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മൊമെന്റ് അതെനിക്ക് തന്നെ ആയിരിക്കും ദോഷം. ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ. ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ആം എ ഫ്രീ മാൻ. ടിൽ ദാറ്റ് ടൈം ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു ഷുവർട്ടീസ്. സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത്. ഞാൻ എന്ത് പറയാനാ? മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. ഹി നോസ് എവറിത്തിങ്. പ്ലീസ് ലെറ്റ് മീ ഗോ. അതിലെന്താ സംശയം? വൺസ് ഐ ആം ഇന്നസെന്റ് ദാറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും, ഇൻക്ലൂഡിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ്. ഐ വോണ്ട് ലീവ് എനിവൺ. വാട്ട് ഡൗട്ട് ഓൺ ദാറ്റ്? ഐ ഹാവ് നെവർ ഡൺ ദാറ്റ്. അല്ല, ആ പെൺകുട്ടി ആരോപിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ്. അത് താങ്കളുടെ സ്വാധീനം. I deny all those things. I don't know anything regarding that. Shall I go? Thank you. ഏതായാലും ബെയിലിൻ ദാസിൻ്റെ ശൗര്യം മാധ്യമങ്ങളോടാണെന്നാണ് ആ വാക്കുകളിൽ നിന്ന് അധികം മനസ്സിലാക്കാൻ കഴിയുന്നത്. ബെയിലിൻ ദാസ് എങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറിയിട്ടുണ്ടാകുക എന്ന്, ഷാമിലി എന്ന് പറയുന്ന അഭിഭാഷകയോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ടാകുക എന്ന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും നേരത്തെ തന്നെ പലവിധ പരാതികൾ ഈ ബെയിലിൻ ദാസിന് എതിരെ ഉണ്ടായിട്ടുണ്ട്. ബെയിലിൻ ദാസ് പറഞ്ഞത് മുകളിലിരിക്കുന്ന ഒരാളുണ്ടെന്നാണ്. മുകളിലല്ല, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രിമിനൽ പ്രവൃത്തി നടത്തിയാൽ അഭിഭാഷകനായാലും പിടിച്ചകത്തിടുമെന്നുള്ളതാണ് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ പറയുകയും ചെയ്യുന്നത്. ഏതായാലും വീണ്ടും സ്വാതി സന്തോഷിലേക്കാണ്. സ്വാതി, നിലവിൽ വിജയ് ഷായ്ക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയ് ഷായ്ക്കെതിരെ കിട്ടിയ തിരിച്ചടി രാജ്യത്തെ ഭരണകൂടത്തിന് കൂടിയാണ്, നരേന്ദ്രമോദിക്കെതിരെ കൂടിയാണ്. ഇവിടെ ഒരു ആക്രമണത്തിൻ്റെ പേരിൽ തീവ്ര ദേശീയതയും തീവ്ര വികാരവും ഉണർത്താൻ ശ്രമിക്കുന്ന മോദിയും BJP സർക്കാരും സോഫിയ ഖുറേഷിക്കെതിരെ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഒരു രാഷ്ട്രപതിക്കോ ഒരു പ്രധാനമന്ത്രിക്കോ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല. അതുതന്നെയാണ് ഇന്ന് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. സുപ്രീം കോടതി വളരെ കൃത്യമായി നിലപാടെടുത്തു, വടിയെടുത്തു. ഗുരുതര പ്രത്യാഘാതം വിജയ് ഷാ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു. മര്യാദയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വിജയ് ഷായെ പുറത്താക്കുകയാണ് BJP സർക്കാർ, അവിടുത്തെ മധ്യപ്രദേശ് സർക്കാർ ചെയ്യേണ്ടത്. കോടതി അത് തന്നെയല്ലേ പറയാതെ പറഞ്ഞു വെച്ചത്? സ്വാതി. തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിജയ് ഷായുടെ പരാമർശത്തിലെ എത്രത്തോളം ഗുരുതരമാണ് ഈ പരാമർശം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി മന്ത്രിയോടും അതോടൊപ്പം സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിലൊരു നിഷ്പക്ഷ അന്വേഷണം നടത്തണം. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതിനെയൊക്കെ മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയിൽ നിന്നടക്കം കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. എന്തുകൊണ്ട് കേസ്
ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന കമ്മിറ്റി അംഗം VK സനോജ് കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. സനോജ്, കേണൽ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ധീരയായ വനിതയ്ക്കെതിരെ വിജയ് ഷാ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ BJP മന്ത്രി വലിയ തരത്തിലുള്ള വർഗീയ അധിക്ഷേപം നടത്തിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഒരു വരി അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഇവിടുത്തെ രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറായില്ല. BJPയുടെ ഉന്നത നേതൃത്വത്തിലിരിക്കുന്നവർ തയ്യാറായില്ല. സുപ്രീം കോടതി വടിയെടുക്കേണ്ടി വരുന്നുണ്ട്. വളരെ കർശനമായ ചില നിലപാടുകൾ സുപ്രീം കോടതി എടുത്തു. 3 അംഗ അന്വേഷണ സമിതി, അതിൽ ഒരാൾ വനിതയായിരിക്കണം, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, കടുത്ത പ്രത്യാഘാതം ഈ വിജയ് ഷാ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് ഈ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? വലിയൊരു വിഷയത്തിൽ ഒരു കരുത്തോട് നേരിട്ട് ഒരു വനിതയെ കൂടി മാനസികമായി തളർത്തുന്ന തരത്തിൽ രാജ്യത്തെ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് ഒത്താശ ചെയ്യുന്ന തരത്തിലേക്ക് അവിടുത്തെ പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ ആഭാസത്തരം വിളമ്പുന്ന മന്ത്രിമാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു പാർട്ടിയും എങ്ങനെ വിലയിരുത്താം ഈ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ? VK സനോജിലേക്ക് തിരികെ വരാം. സ്വാതി, ഇപ്പോൾ പറഞ്ഞ വ്യവസ്ഥകൾ, സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ നാളെ 10 മണിക്കകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക, 3 അംഗ സമിതിയെ രൂപീകരിക്കുക, അതിൽ ഒരാൾ വനിതയായിരിക്കണം, എന്നിട്ട് അടുത്ത 28-ാം തീയതിക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി പറയുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഒട്ടും അമാന്തം പാടില്ല, കാണിച്ചത് വലിയ അപരാധം തന്നെയാണ്, കടുത്ത പ്രത്യാഘാതം വിജയ് ഷാ നേരിടേണ്ടി വരും. സുപ്രീം കോടതി പറയാതെ പറയുന്നു പുറത്താക്കൂ വിജയ് ഷായെ. തീർച്ചയായും മധ്യപ്രദേശ് സർക്കാരുമായി ബന്ധപ്പെട്ട ഇതിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ചും ഒരു ദേശീയ നേതൃത്വം, BJPയുടെ ദേശീയ നേതൃത്വമോ പ്രധാനമന്ത്രിയോ ഈ വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇപ്പോൾ സൈന്യത്തിന് ആദരവ് അറിയിച്ചുകൊണ്ട് തിരങ്ക യാത്ര ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സൈന്യത്തെ പ്രശംസിക്കുകയാണ് ഒരു വശത്ത്. മറ്റൊരു വശത്താണ് നിരന്തരമായി ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾ സൈന്യത്തിനെതിരെയും സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയും നടത്തുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് അല്ലെങ്കിൽ ഇന്നത്തെ നിർണായക നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിൽ കൃത്യമായി മന്ത്രി അടക്കം സഹകരിക്കണം, അതോടൊപ്പം നിഷ്പക്ഷമായി തന്നെ അന്വേഷണം നടത്തണം, ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകേണ്ട എന്ന അർത്ഥത്തിൽ തന്നെ ആയിരിക്കും മധ്യപ്രദേശിന് പുറത്തുനിന്ന് തന്നെ ഉദ്യോഗസ്ഥരെ ഇതിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇത് കേസ് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം നൽകുന്നത്. നാളെ 10 മണിക്ക് തന്നെ ഇത് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. മാത്രമല്ല 28-ന് അടുത്ത ഈ കേസ് വാദം കേൾക്കുന്നതും മെയ് 28-നാണ്. മെയ് 28-ന് വാദം കേൾക്കുമ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം സമർപ്പിക്കാനാണ് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയും സുപ്രീം കോടതി മറ്റു ചില വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഇദ്ദേഹത്തിന്റെ പരാമർശം അടക്കം വീഡിയോ അടക്കം കണ്ടുകൊണ്ടാണ് ഇത് സംബന്ധിച്ചൊരു വാദം സുപ്രീം കോടതി കേൾക്കുന്നത്. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഖേദപ്രകടനത്തിന് പോലും താങ്കളുടെ ഖേദപ്രകടനം സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതി അംഗീകരിക്കില്ല എന്ന് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയിട്ടുള്ളത്. മുതലക്കണ്ണീരാണ് ഈ മാപ്പ് പറച്ചിൽ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു നിയമ നടപടി നേരിടാതിരിക്കാൻ വേണ്ടിയുള്ള മുതലക്കണ്ണീരാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും മധ്യപ്രദേശ് സർക്കാരിനും കടുത്ത തിരിച്ചടി തന്നെയാണ് ഈ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് എന്ന് പറയുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തുന്നില്ല. ഏറ്റവും ആവശ്യമായി പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വെച്ചത് മന്ത്രിസ്ഥാനത്ത് ഇയാൾ തുടരാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. മധ്യപ്രദേശിൽ ഇത് നിരന്തരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലൊരു സംഘർഷ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും ആ സംഘർഷത്തിനൊക്കെയും ചുക്കാൻ പിടിക്കുകയും നിരന്തരമായി ജനങ്ങളോട് ഇതിനെപ്പറ്റി അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്കാണ് കേണൽ സോഫിയ ഖുറേഷിയെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത്. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു മാപ്പ് കൊണ്ടും ഇതിന് നീതി അർഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനെ തുടർന്ന് നിയമ നടപടി തന്നെ നേരിടട്ടെ, ഒരു അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുവാൻ ഇപ്പം സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച കേന്ദ്രത്തിന്റെ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരണം രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഈ സോഫിയ ഖുറേഷിയുടെ
കാര്യം തന്നെ ഈ സോഫിയ ഖുറേഷിക്കെതിരെ നടത്തിയ പരാമർശത്തിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഈ കേസൊക്കെയും നടക്കുമ്പോൾ ഈ വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഘട്ടത്തിലാണ് മധ്യപ്രദേശിൽ തന്നെ ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നത്. മോദിയുടെ കാൽ വണങ്ങുകയാണ് ഇന്ത്യയുടെ സൈന്യം എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള സൈന്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് മധ്യപ്രദേശിലെ ഈ മന്ത്രിമാർ നിരന്തരമായി നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെയും ഒരു വിരോധാഭാസം എന്ന നിലയിൽ പറയാം. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന് ഇപ്പോൾ BJPക്ക് അവരുടെ സംസ്ഥാനത്ത്, മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ മന്ത്രിമാർക്ക് പ്രത്യേക പരിശീലന ക്ലാസ് വരെ കൊടുക്കേണ്ട സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം വന്ന സ്വാതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ സേനയെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. നമുക്ക് ഈ വിഷയം പരിശോധിക്കാൻ. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് എങ്ങനെ? കടുത്ത സുരക്ഷാ വീഴ്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഇവിടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയെ അടക്കം അയാളുടെ കുടുംബത്തിനെ അടക്കം സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയത്. ഒരു വരി പറയാതിരുന്ന കേന്ദ്ര സർക്കാർ ചെയ്തതെന്താണ്? വിക്രം മിശ്രിയെ പിന്നീട് ആ ചുമതലയിൽ നിന്ന് മാറ്റുന്നതാണ്. പിന്നെ വക്താവായി മറ്റൊരാളെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് വലിയ തരത്തിലുള്ള ദേശസ്നേഹവും രാജ്യസ്നേഹവും പറയുന്ന ഈ BJP കേന്ദ്ര സർക്കാർ കാട്ടിക്കൂട്ടിയത് ഈ രാജ്യം കണ്ടതാണ്. പഹൽഗാമിൽ 28 പേരെ അവരുടെ ജീവൻ കൊലയ്ക്ക് കൊടുത്ത കേന്ദ്ര സർക്കാർ എന്നിട്ട് ന്യായീകരിക്കുകയാണ് നിന്ന് രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ. മാത്രമല്ല വലിയ തരത്തിലുള്ള ഭിന്നിപ്പ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുകയും ചെയ്യുന്നു. സേനയടക്കം അപമാനിക്കുന്നു. അവരാണ് പ്രതിസ്ഥാനത്ത്. കേന്ദ്ര സർക്കാരാണ്, BJP ആണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. സിജു, കൃത്യമായും ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് BJPക്ക് ഒരു തരത്തിലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ഉദാഹരണം തന്നെയാണ്. BJPയുടെ മന്ത്രി തന്നെ ഇത്തരത്തിൽ പരാമർശം നടത്തുമ്പോൾ പിന്നോട്ടുള്ള കുറെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് എങ്ങനെ സംഭവിച്ചു, അതിൽ 26ഓളം പേർ കൊല്ലപ്പെട്ട സാഹചര്യം, അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന് പിന്നീട് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സൈന്യത്തിന്റെ ഏറ്റവും മികച്ച തിരിച്ചടിയും പ്രവർത്തനവും ഭീകരവാദ വിരുദ്ധ. ശരി സ്വാതി, സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളിൽ മുൻ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന് വൻ തിരിച്ചടി. ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനങ്ങൾ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. സർക്കാർ നൽകുന്ന പാനലുകളിൽ നിന്ന് മാത്രമേ VC നിയമനം നടത്താവൂ എന്നും കോടതി വ്യക്തമാക്കി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് സർക്കാർ നൽകിയ പട്ടിക മറികടന്ന് തന്നിഷ്ടപ്രകാരം VCമാരെ നിയമിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമനം നിയമപരമല്ല എന്നായിരുന്നു സർക്കാർ വാദം. സർക്കാർ നിലപാട് അംഗീകരിച്ച കോടതി സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ താൽക്കാലിക VCമാരെ നിയോഗിക്കാവൂ എന്ന് വ്യക്തമാക്കി. സിസ തോമസ് കേസിൽ 2023 ഫെബ്രുവരി 16 ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഉത്തരവ് ഗവർണർ പാലിക്കണമെന്നും കോടതി പറഞ്ഞു. 2 സർവകലാശാലകളിലെയും താൽക്കാലിക VCമാരുടെ കാലാവധി ഈ ആഴ്ച അവസാനിക്കുന്ന സാഹചര്യത്തിൽ നിയമനത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് കോടതി പറഞ്ഞു. KTUവിലേക്ക് പ്രൊഫസർ K ശിവപ്രസാദിനെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സിസ തോമസിനെയും നിയമിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയാണ് സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തത്. സർവകലാശാല ആക്ട് പ്രകാരവും UGC റെഗുലേഷൻസ് പ്രകാരവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരവും VC നിയമനം സർക്കാർ പട്ടികയിൽ നിന്നും മാത്രമേ നടത്താവൂ എന്ന് സർക്കാർ വാദിച്ചു. ഈ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. ഈ വിഷയത്തിലെ കൂടുതൽ വിവരങ്ങളുമായി സലിം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സലിം മുഹമ്മദ്, ഫലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനാണ് തിരിച്ചടിയെങ്കിലും കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ ഗവർണർമാരോടാണ്, ചാൻസലർമാരോടാണ്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താൻ പറ്റുള്ളൂ, അധികാരമില്ല, നിർദ്ദേശങ്ങൾ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ചാൻസലർമാർക്ക്, ഗവർണർമാർക്ക്. അതാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതായത് താൽക്കാലിക VCമാരുടെ നിയമനക്കാര്യത്തിൽ സർക്കാർ നൽകുന്ന പട്ടിക പ്രധാനപ്പെട്ടതാണെന്ന് പല തവണ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചതാണ്. ഈ അടുത്ത ആളുകളിൽ ഒരു വർഷം മുമ്പ് ഡിവിഷൻ ബെഞ്ച് സിസ തോമസുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതുമാണ്. താൽക്കാലിക VCമാരുടെ നിയമനത്തിൽ സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ വേണം നിയമനം നടത്താൻ എന്നുള്ളതാണ്. അതായത് ഈ പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ തന്നിഷ്ടപ്രകാരം ചാൻസലർക്ക് നിയോഗിക്കാൻ കഴിയില്ല. അതായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതിന് 2-3 കാരണങ്ങളൊന്ന് കോടതി പറഞ്ഞിരുന്നു. ഒന്ന്, അതാത് സർവകലാശാലകളുടെ ആക്ട്, മറ്റൊന്ന് UGC റെഗുലേഷൻസ്. ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് കോടതി ഒന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൻ്റെ കാര്യത്തിൽ അത് പിന്നീട് മറ്റൊരു കേസ് വന്നപ്പോൾ ആ ഉത്തരവ് നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക സർവകലാശാല, അതായത് KTU, ഡിജിറ്റൽ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആ 2 സർവകലാശാലകളിലും VCമാരുടെ ഒഴിവ് വന്നപ്പോൾ ചാൻസലർ ആയിരുന്ന ഗവർണർ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു 2 പേരെ അങ്ങ് നിയോഗിച്ചു. അതിൽ ഒരാൾ സിസ തോമസ് ആണ്,
അപ്പോൾ സ്വാഭാവികമായും അത് വലിയ തർക്കത്തിന് കാരണമായി. കാരണം സർക്കാർ 3 പേരടങ്ങുന്ന 2 പട്ടികകൾ സമർപ്പിച്ചിരുന്നു. ആ 2 പട്ടികകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ മാത്രമേ നിയമപരമായി ചാൻസലർക്ക് അധികാരമുള്ളൂ. ചാൻസലർക്ക് അതേ ചെയ്യാൻ കഴിയൂ. പക്ഷേ അത് ചെയ്യാതെ തന്നിഷ്ടപ്രകാരം സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില ആളുകളെ താൽക്കാലിക VC-മാരായി നിയോഗിക്കുന്ന സമീപനമാണ് അന്ന് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത്. ഗവർണറുടെ ആ നടപടിയാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. മുമ്പ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ അതേ കാര്യം തന്നെ ഇന്ന് സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കി. അതായത് ഇത്തരത്തിൽ താൽക്കാലിക VC-മാരെ നിയമിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പട്ടികയിൽ നിന്ന് തന്നെ വേണം. തന്നിഷ്ടപ്രകാരം ഒരു നിയമനം നടത്താൻ ചാൻസലർക്ക്, ഗവർണർമാർക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗവർണറുമായി ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ ഇതിനകം തന്നെ കേരളം കണ്ടതാണ്. ആ നിയമ പോരാട്ടങ്ങളിലൊക്കെയും ഏതാണ്ട് ഒരു 4-5 വർഷത്തെ ചരിത്രം എടുത്താൽ, അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ടേമിലെ ആ കാലഘട്ടത്തെ തർക്കങ്ങൾ എടുത്താൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. നിരന്തരം ഇത് കോടതിയിലെത്തുകയും ഈ കോടതിയിൽ നിരന്തരം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടികൾ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കെയാണ് ആ സന്ദർഭത്തിൽ പോലും തന്നിഷ്ടപ്രകാരം ഒരു നിയമനത്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ശ്രമിച്ചത്. അതാണ് കുരുക്കിലേക്ക് നീങ്ങിയത്. അതിപ്പോൾ കോടതി വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ ചാൻസലർക്ക് കഴിയില്ല എന്നുള്ള കാര്യം. അതാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല, നിയമപരമായ ആരിഫ് മുഹമ്മദ് ഖാൻ ആ തിരിച്ചടിയെങ്കിലും രാഷ്ട്രീയമായി അത് UDF ലഭിച്ച തിരിച്ചടി കൂടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഗവർണർ എന്ന നിലയ്ക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈ കടത്താൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന സമീപനമാണ് UDF നേതൃത്വം ചെയ്തത്. ആ UDF നേതൃത്വത്തിൻ്റെ ആ സമീപനത്തിന് കിട്ടിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും യൂണിവേഴ്സിറ്റി സേവ് ഫോറം പോലുള്ള ചില സംഘടനകളും ചില കടലാസ സംഘടനകളും ഒക്കെ ഇത്തരത്തിലൊരു സമീപനം നിരന്തരം സ്വീകരിച്ചു വന്നിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികളെല്ലാം അത് സംഘപരിവാർ താല്പര്യത്തിന് അനുസൃതമായിരുന്നു. ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചെയ്ത പ്രവർത്തികളെല്ലാം പിന്തുണക്കുന്ന സമീപനമാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും സ്വീകരിച്ചത്. അവർക്ക് ഏറ്റ തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്ന കാര്യം തർക്കമില്ല. സിജു. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് കരുതുന്നവർക്ക് കിട്ടിയ ഒരു താക്കീത് കൂടിയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉയർന്ന് കേട്ടത്. പരസ്യത്തിന് പുറമെ സംസ്ഥാന സർക്കാരിൽ നിന്നും പണം വാങ്ങിയ ശേഷം മാധ്യമങ്ങൾ സർക്കാരിന് അനുകൂലമായി വാർത്തകൾ നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണത്തിന്റെ തെളിവ് കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ലെന്നതായിരുന്നു VD സതീശന്റെ പ്രതികരണം. അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ. അല്ല, ഞങ്ങളെങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പറയട്ടെ എന്ന്. അല്ല, പരസ്യം വായിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അന്വേഷിക്കുക. അല്ല, ഞാൻ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പൊ ഞാൻ തെളിവ് ഹാജരാക്കാം. അതെങ്ങനെ നിങ്ങളെങ്ങനെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതുപോലെ രസത്തിന് പറയുന്നത്? എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആരോപണവും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം. ചോദ്യം കൃത്യമാണ്. അതിന് ഉത്തരം പറയട്ടെ മുഖ്യമന്ത്രി, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. താങ്കളുടെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. ഷാജഹാൻ, ഇങ്ങനെ VD സതീശനെ വെള്ളം കുടിപ്പിക്കരുത്. ഒരു ഉണ്ടയില്ല വെടി കൂടി സതീശൻ്റെത് പൊളിഞ്ഞിരിക്കുകയാണ്. 2 കാര്യങ്ങൾ ഇന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടു. ഒന്ന്, ഈ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് വരെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. അത് പണം കൊടുത്തിട്ടുള്ള പരസ്യമാണെന്നാണ് VD സതീശൻ്റെ വാദം. കാരണം നമുക്കറിയാം, VD സതീശനേക്കാൾ വലിയ പ്രതിപക്ഷമാണ് ഇവിടുത്തെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങളെന്ന് കൃത്യമായി കേരള സമൂഹത്തിന് അറിയാം. അവിടെയാണ് സതീശൻ പറയുന്നത് ഈ മാധ്യമങ്ങളൊക്കെ സർക്കാർ പണം കൊടുത്തിട്ടാണ് ഈ വാർത്തകൾ കൊടുക്കുന്നത്. രണ്ടാമത്, വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ ആ ആരോപണം ഉന്നയിച്ചപ്പോൾ തെളിവുണ്ടോ എന്ന് ഷാജഹാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയുമില്ല. തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തെളിവ് ഇതാണെന്ന് കാണിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഷാജഹാൻ.
തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നൊരു മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം ആലപ്പുഴയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പെരുമാറിയത്. പക്ഷേ അദ്ദേഹം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. കാര്യം സാധാരണ പരസ്യങ്ങളൊക്കെ തന്നെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും നൽകാറുണ്ട്. അത്തരം പരസ്യങ്ങൾക്ക് പുറമെ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകിയിട്ട് വാർത്തകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുവെ മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രി മറുപടി പറയും. മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ആരോപണം ഉന്നയിച്ചത് വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് ശരിക്കും മാധ്യമപ്രവർത്തകരെ ഒന്നാകെ രോക്ഷാകുലരാക്കുന്ന ഒരു സംഭവമുണ്ടായി. കാര്യം മാധ്യമപ്രവർത്തനം നടത്തുന്നത് ശരിയായ രീതിയിലാണ്, അതല്ല തെറ്റായ രീതിയിലാണ്, കാശ് വാങ്ങിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തകർ പണിയെടുക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ്. അതിന് പ്രധാന കാരണം ഈ സമീപകാലത്ത് നമ്മുടെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. പ്രകടമായ മാറ്റങ്ങളുണ്ടായി. പാലങ്ങളായാലും റോഡുകളായാലും അതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ എല്ലാ വിഷ്വൽ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അത് വാർത്തയായി പുറത്തു വരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്തകളായിട്ടില്ല, മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യങ്ങൾ പുറത്തു വരുന്നത് തികച്ചും പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാം, ഇപ്പോൾ നാളെ കരിദിനമായിട്ട് ആചരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം സർക്കാരിൻ്റെ 5ാമത് വാർഷികാഘോഷം നടക്കാൻ പോകുമ്പോൾ പ്രതിപക്ഷം ഞങ്ങളത് കരിദിനമായിട്ട് ആചരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്കറിയാം, ഏത് കാര്യപ്പെടുത്താലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ ഒരു സമീപനം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്ത നല്ല കാര്യങ്ങൾ നാടിൻ്റെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ചിട്ട് സർക്കാർ മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയും അതിനെ മറ്റൊരു അഴിമതി ആരോപണം കൊണ്ടുവന്ന് മൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ പൊളിച്ചടുക്കി വിട്ടത്. ഷാജഹാൻ, ഈ ആലപ്പുഴയിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും അങ്ങനെ വെറുതെ വിടേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ CPM-ൻ്റെ ഏതെങ്കിലും മന്ത്രിയോ നേതാവോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പണം വാങ്ങിയിട്ടാണ് വാർത്ത കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടാകാമായിരുന്ന കോലാഹലം എന്തായിരിക്കുമായിരുന്നു ഇന്നിവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇവിടെ വി.ഡി. സതീശൻ വളരെ കൃത്യമായി തന്നെ കണ്ണുമടച്ച് വെടിവെക്കുകയാണ്. പറയുകയാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് സർക്കാരിൻ്റെ പണം വാങ്ങിയിട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ വി.ഡി. സതീശൻ, ഷാജഹാൻ അടക്കമുള്ള 1-2 മാധ്യമപ്രവർത്തകർ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു. അതുകൂടി പറയേണ്ടതുണ്ട് ഷാജഹാൻ ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും സിജു പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം 2-3 മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് അതിന് പ്രതികരിച്ചത്. മറ്റ് മാധ്യമങ്ങളെ എല്ലാവരെയും കൂടിയാണ് പറഞ്ഞത്. പക്ഷേ അതിന് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ മറുപടി പറയാൻ തയ്യാറായത്. കാര്യം മാധ്യമങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കുകയായിരുന്നു. എന്തായാലും സർക്കാരിന് വേണ്ടി കൈരളിയും അല്ലെങ്കിൽ ദേശാഭിമാനിയും പണം വാങ്ങിച്ച് വാർത്ത കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല. നമുക്കറിയാം എങ്ങനെ വാർത്ത കൊടുക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഈ സർക്കാരിൻ്റെ അല്ല, ഒരു സർക്കാരിൻ്റെയും പണം വാങ്ങിച്ച് വാർത്ത ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല ഇത്. പക്ഷേ അങ്ങനെ വാർത്ത ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. ആ ആരോപണങ്ങൾ കേട്ട് മൗനം പാലിക്കുകയായിരുന്നു മറ്റു പല മാധ്യമങ്ങളും. സിജു, ഷാജഹാൻ, ഏതായാലും ഈ സതീശൻ പറഞ്ഞ നുണകൾ, പല ഘട്ടങ്ങളിൽ പറഞ്ഞ നുണകൾ കേരളം പല ഘട്ടത്തിൽ കണ്ടതാണ്. പൊളിഞ്ഞു വീണ നുണകളാണ്. ഇവിടെ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. ഇന്ന് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സതീശൻ്റെ ആ പറച്ചിലിലൂടെ ഒരു കാര്യം കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്ത് LDF സർക്കാരിൻ്റെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന വികസന നേട്ടങ്ങൾ അത് തമസ്കരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയാതെ വന്നിരിക്കുന്നു. അത് വാർത്തയായി തന്നെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. എല്ലാ മേഖലകളിലും, വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലായാലും, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനത്തിലായാലും, ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലായാലും, ONGCയുടെ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലായാലും, അങ്ങനെ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ അതിനെ തമസ്കരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം, വികസനം ഒരുക്കി തീർക്കുന്ന ആ വീതി. അതുകൊണ്ട് തന്നെയാണ് സതീശൻ പറയുന്നത് ഉണ്ടായില്ല വെടിയായി മാറുകയും ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ വികസനമുണ്ട്. അത് സതീശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും സതീശന് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതാണ് എടുത്ത് പറയേണ്ടത്. സതീശന് തന്നെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ വികസനമുണ്ട് എന്നുള്ള കാര്യത്തിൽ. തീർച്ചയായിട്ടും സിജു പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ 6 വരിപ്പാത അതിൻ്റെ ഏതാണ്ട് 70-80% നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നു. പാലങ്ങൾ, തോടുകൾ, അങ്ങനെ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ വികസനങ്ങളാണ്, എത്ര പാലങ്ങളാണ്. നമുക്കറിയാം, മന്ദകാരനഴി തൊട്ട് അങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീരദേശ മേഖല പൂർണ്ണമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഭീഷണികളൊക്കെ മാറി വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസനങ്ങളും കഴിഞ്ഞ ഏതാണ്ട് 9 വർഷം കൊണ്ട് സർക്കാർ പൂർത്തിയാക്കി വരുമ്പോൾ അതൊന്നും
കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ പണം വാങ്ങിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലിയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ മാധ്യമപ്രവർത്തകരെ മൊത്തം ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ പണം വാങ്ങിക്കൊണ്ടും വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർമാരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് തെളിവ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോട് ഞാൻ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം നമുക്കറിയാം പല ആരോപണങ്ങളും വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു സർക്കാരിനെതിരെ. അദ്ദേഹത്തിന് എപ്പോഴും ഇത്തരത്തിലുള്ള കോഴ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സഭയിലായാലും പുറത്തായാലും ഒക്കെ അത് തന്നെയാണ്. പക്ഷേ അത്തരം ചോദ്യങ്ങൾ അല്ല അത്തരം ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഇന്ന് വന്നപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിന് തിരിച്ച് മറുചോദ്യങ്ങൾ വന്നതോടുകൂടി അദ്ദേഹത്തിന് മറുപടിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് സതീശൻ്റെ നുണപ്രചാരണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു ഈവനിംഗ് ഡിബേറ്റ് ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഏറ്റവും പുതിയ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. പെരൂർക്കട സംഭവത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടേതായ പ്രതികരണം വന്നിരിക്കുന്നു. തെറ്റായ നിലപാട് പുലർത്തുന്നവരെ സ്വീകരിക്കുന്നവരെ അവരെ സംരക്ഷിക്കില്ല, കർശനമായ നിലപാട് സർക്കാർ സ്വീകരിക്കും, തെറ്റായ സമീപനം വെച്ച് പൊറുപ്പിക്കില്ല. P ശശിയുടെ മേൽ ഇതിൻ്റെ തെറ്റ് ചാർത്തേണ്ട കാര്യമില്ല. പ്രതിപക്ഷം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രചാരണ ആയുധം തേടുകയാണ്. പ്രതിപക്ഷം ഒരു കൊല്ലക്കാലം ഇത് ആയുധമാക്കും. എന്തും പറയാൻ മടിയില്ലാത്തവരായി മാറിയിരിക്കുകയാണ് ബൂർഷ്വാ മാധ്യമങ്ങളും പ്രതിപക്ഷവുമെന്ന് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം മറ്റു ചില വിഷയങ്ങളുമായി.